എന്റെ പേരാണ് വിദ്യാവതി. എന്റെ ഫാദറിന് വേണ്ടിയിട്ടായിരുന്നു ആർഡൻ കെയർ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 2 മാസം മുന്നേ ആള് മരണപ്പെട്ടു. 2 ഇയേഴ്സോളം ആർഡൻ കെയറിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ വളരെ സാറ്റിസ്ഫാക്ടറി ആണ്. കാരണം വളരെ എന്താ പറയുക, ഞങ്ങൾക്ക് 2 ഇയേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്ന നഴ്സ് എന്ന് പറഞ്ഞാൽ രാശി എന്നുള്ള നഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഓവർ 4 ഇയേഴ്സ് ആണ് ടോട്ടൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ ഉണ്ടായിരുന്നത്. ആ 4 ഇയേഴ്സിൽ തന്നെ കുറെ ആൾക്കാർ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും സഫീഷ്യന്റ് ആയിട്ട് ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നത് ആഷിഖ് എന്ന് പറഞ്ഞ നഴ്സിനാണ്. അപ്പം കുറച്ചൊരു ക്രിട്ടിക്കൽ നല്ല ട്രക്കസ്റ്റമി ട്യൂബും ഫുൾ ട്യൂബ്സിൽ മാത്രമാണ് ആള് സർവൈവ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ കെയറിങ് ആണെങ്കിലും ഒക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര എഫിഷ്യന്റ് ആയിരുന്നു ആള്. അത് ഞങ്ങളിപ്പോ ഡോക്ടേഴ്സിനെ കാണിക്കാൻ പോകുന്ന ഒരു സന്ദർഭത്തിലാണെങ്കിലും ഡോക്ടേഴ്സ് സ്പെഷ്യലി പറയും ഭയങ്കര നല്ലൊരു കെയറിങ് ആണ് കൊടുക്കുന്നതെന്നുള്ള. അതേപോലെ തന്നെ സൂപ്പർവൈസേഴ്സും എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ടൈംലി ആയിട്ട് അവര് വിസിറ്റ് ചെയ്യലുണ്ട്. എല്ലാം മീൻസ് മൊത്തത്തിൽ സൂപ്പർവിഷൻ വാസ് വെരി ഗുഡ്. മാത്രമല്ല ഇപ്പൊ ഈ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന നഴ്സിന് വീട്ടിൽ പോകുന്ന സമയത്താണെങ്കിലും അവര് കറക്റ്റായിട്ട് ഞങ്ങൾ ഓൾറെഡി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം പിന്നെ അടുത്ത ആള് തന്നെ അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യാൻ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഉണ്ടായിരുന്നത് ഫാദർ. സോ അതൊക്കെ ഭയങ്കര പ്രോപ്പറായിട്ട് തന്നെ മാനേജ് ചെയ്തത് മാത്രമല്ല ടൈംലി ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എടുത്തിട്ടും അങ്ങനെ ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആണ് ശരിക്കും പറഞ്ഞത്. അത് ഞാൻ അച്ഛൻ മരണപ്പെട്ടതിന്റെ ശേഷമാണെന്നുണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയാനുണ്ടായത് ഇത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നുള്ളത്. കാരണം ഈ ആർഡൻ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങള് വേറെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇത്രയ്ക്കും എഫിഷ്യന്റ് ആയിട്ട് ഞങ്ങൾക്ക് ആകെ കിട്ടിയിട്ടുള്ളത് ആർഡൻ തന്നെയാണ്. അതേപോലെ തന്നെ റിമാർക്കബിളി പറയാനുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടായത് നഴ്സിനാണ്. കാരണം അത് എത്രത്തോളം ഞങ്ങളുടെ എന്താ പറയാ, ഞങ്ങളുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ എത്ര മിനിമൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ഈ വന്ന നഴ്സിന്റെ ഒരു എഫിഷ്യൻസി മിസ്റ്റർ ആഷിഖിന്റെ. സൂപ്പർവൈസേഴ്സ് ആണെങ്കിൽ പേരെടുത്ത് പറയാനായിട്ട് കുറെ പേര് എന്റെ ഇടയിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് ഈ ഒരു കെയറിംഗ് പ്രോസസ്സിൽ. ഇപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെങ്കിൽ വേറെ അവര് വന്ന് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നു. അതേപോലെ ഭയങ്കര എന്താ പറയാ, നമുക്ക് മൊത്തത്തിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതിന്റെ മുകളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ്.